ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ നെക്സ്റ്റ് സെക്ഷൻ സി പെർഫോമൻസ് മാനേജ്മെന്റ് പേപ്പറിലെ പ്രീ മാർച്ച് മോക്കിന്റെ സെക്ഷൻ സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ അനാലിസിസ് ആണ്. ഓക്കെ, മൈസെൽഫ് മക്ബുൽ KP, യുവർ പെർഫോമൻസ് മാനേജ്മെന്റ് ട്യൂട്ടർ അറ്റ് ഡ്രീം ലെഡ്ജർ. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഗൈസ്, നമ്മുടെ ക്വസ്റ്റ്യൻ ഗ്ലോറി കൺസൾട്ടൻസി കമ്പനിയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രിപ്പയർ എ പ്രോഫിറ്റ് ടേബിൾ ഷോയിങ് ഓൾ പോസിബിൾ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ടേബിൾ ഉണ്ടാക്കണം, എല്ലാ പ്രോഫിറ്റും വെച്ചിട്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണല്ലോ നോക്കാം. Glory Consultancy, the company is a professional consultancy firm, provides the consultation on accounting and taxation issues to client, which are mainly the small and medium enterprises. One of the signature services being organizing seminars pertaining to tax updates at third-party venue on regular basis. The seminar will be conducted by external speaker, and the invited speakers will be depending on their availability. Given a proposed change in tax regulations, the company is planning to host a seminar on it in 6 months' time. It is planned to be held at the seminar room in one of the reputed hotels. The hotel provides a quotation for 3 types of room service with the charges that are non-refundable. Non-refundable charge ആണ്. Okay. The room charges for type A 100 seats, type B 200 seats, and type C 300 seats are 9,000 for 100 seats, 15,000 for 200 seats, and 19,000 for 300 seats. ഓക്കെ, കോസ്റ്റ് ആണ്. ഇറ്റ് ഈസ് ഹോട്ടൽ പോളിസി ദാറ്റ് ഓൾ റെന്റൽ നമുക്ക് ഇത് എന്തായാലും കോസ്റ്റ് ആയത് കാരണം നമുക്കിത് എന്ത് ചെയ്യാം, ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, and respectively all rental of seminar room must be reserved at least 4 months in advance with full payment made. അതും വിഷയമാണ് അല്ലേ. 4 മാസം മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, പേയ്മെന്റ് ചെയ്തിട്ട് ബുക്ക് ചെയ്യണം. However, given the busy schedule of all potential speakers, the speaker who will be conducting the seminar can only be confirmed after the reservation of the seminar room. സെമിനാർ റൂം റിസർവ് ചെയ്തതിനു ശേഷം അവർക്ക് പറയാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. The number of participants enrolled into the seminar is much depending on the popularity of the speaker. Based on the past experience, there will be 3 groups of potential speakers to be invited: Type 1, Type 2, Type 3. 3 type of ആൾക്കാരാണ് വരിക. And only one speaker will be selected from those who shows interest in conducting the seminar. Okay, the company anticipates enrollment number based on 3 types of speaker are either 300, 200, 100. അപ്പോൾ 300, 200, 100 ആൾക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ടയർ 1 ആണെങ്കിൽ 300, ടയർ 2 ആണെങ്കിൽ 200, ടയർ 3 ആണെങ്കിൽ 100 എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ദ ഫോളോയിങ് ആർ സം റെലവൻറ്റ് ഇൻഫർമേഷൻ പെർട്ടൈനിങ് സെമിനാർ. സെമിനാർ ഫീ ടു ബി ചാർജ് പെർ പാർട്ടിസിപ്പൻറ്റ് 250 ആണ് പെർ പാർട്ടിസിപ്പൻറ്റ് നമ്മൾ ചാർജ് ചെയ്യാൻ പോകുന്നത്. പ്രിന്റിംഗ് കോസ്റ്റ് പെർ പാർട്ടിസിപ്പൻറ്റ്, പ്രിന്റിംഗ് കോസ്റ്റ് നമുക്ക് പെർ പാർട്ടിസിപ്പൻറ്റ് 50 ഉണ്ട്. പാർട്ട് ടൈം വേജസ് 800 പെർ സ്റ്റാഫ് ഉണ്ട്. Okay, no part-time staff are required if type A and type B room is rented. എന്ന് പറഞ്ഞാൽ ടൈപ്പ് എ 100 സീറ്റ്സും ടൈപ്പ് ബി 200 സീറ്റ്സും അവർക്ക് പാർട്ട് ടൈം സ്റ്റാഫ് വേണ്ട. ഇഫ് ടൈപ്പ് സി റൂം ഈസ് റെന്റഡ്, ഹവർ 4 പാർട്ട് ടൈം സ്റ്റാഫ്സ് ആർ നീഡഡ്. ടൈപ്പ് സി ആണെങ്കിൽ 4 പാർട്ട് ടൈം സ്റ്റാഫുകൾ വേണം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം അപ്പോൾ പ്രോഫിറ്റ് ടേബിൾ ആണ് വേണ്ടിയത്. അപ്പോൾ പ്രോഫിറ്റ് ടേബിൾ എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കാം. നമുക്ക് പ്രോഫിറ്റ് ടേബിൾ കൺഫേം ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് മുന്നേ എന്ത് വേണ്ടി വരും, വർക്കിംഗ് നോട്ട് വേണം അല്ലേ. വർക്കിംഗ് നോട്ട് നമുക്ക് എന്തൊക്കെയാ വരുന്നത്, 3 റൂം ടൈപ്പ് ഉണ്ട്. റൂം ടൈപ്പ് എ എ എ എ വേണ്ട, 100, പിന്നെ 100, 100, പിന്നെ 200, 200, 200, 300, 300, 300. ഇതെന്തുകൊണ്ടാ പറഞ്ഞാല് നമുക്ക് എത്ര പേര് വരുന്ന പറയുന്നത് 3 ടയർ എന്താണ് enrollment numbers based on 3 types of speakers are either 300, 200 or 100. അപ്പോൾ ഇത് ഏതാണെന്ന് നമുക്ക് അറിയാത്ത കാരണം നമുക്ക് എന്ത് ചെയ്യണം, ഇത്രയും സാധനങ്ങൾ വേണം.
റൂം ടൈപ്പ് നമുക്ക് ഇത്രയും 3 റൂമുണ്ട്. നമ്മളിപ്പോ ഫസ്റ്റത്തെ റൂം എടുക്കുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ടയറുള്ള ആൾ വരും. അപ്പോ ഇപ്പോ നമ്മൾ 100ന്റെ റൂം എടുത്ത്, ഓക്കെ, ടയർ 1 ആളാണ് വരുന്നതെങ്കിൽ നമുക്ക് 300 ആൾക്കാർ വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 300, അയ്യോ എന്ത് പറ്റി, സോറി ഗൈസ്, ക്വസ്റ്റ്യൻ ഒന്ന് സ്കിപ്പ് ആയി പോയി. ഓ, ഇപ്പുറത്തുണ്ടല്ലേ, ടൈം ഇങ്ങനെ പോകുന്നല്ലാണ്ട്. ആ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എത്ര എൻറോൾമെന്റ്സ് ഉണ്ട്? എൻറോൾമെന്റ്സ്, ഓക്കെ, നമുക്ക് എത്ര എൻറോൾമെന്റ്സ് ഉണ്ടാവും? ടൈപ്പ് 1 ടയർ 1 സ്റ്റാഫ് ആണെങ്കിൽ, ടയർ 1 സ്പീക്കർ ആണെങ്കിൽ 300, ടയർ 2 സ്പീക്കർ ആണെങ്കിൽ 200, ടയർ 3 സ്പീക്കർ ആണെങ്കിൽ 100. അതേപോലെ തന്നെ ഇവർക്ക് ഇവിടെ ഉണ്ടാവുന്ന പറയുന്നത്. ഓക്കെ, ഇനി എൻറോൾമെന്റ്സ് ഇത്ര വരും, റൂം ടൈപ്പ് ഇത്ര വരുന്നുണ്ട്. അടുത്ത നമുക്ക് സെല്ലിംഗ് പ്രൈസ്, സെയിൽസ്, ടോട്ടൽ സെയിൽസ് റവന്യൂ എത്ര നോക്കാം. നമുക്ക് റൂം ടൈപ്പ് 100 ആണ്. ഓക്കെ, 100 റൂം ആൾക്കാർ കൊള്ളുന്ന റൂമിൽ 300 എൻറോൾമെന്റ് ഉണ്ടായിട്ട് വലിയ കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് 100 ആൾക്കാരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കപ്പാസിറ്റി ഉള്ളൂ, 100 ആൾക്കാരെ നമുക്ക് ഒതുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 100 ഇൻറ്റു 250, 250 എവിടെ, 250 ഒരാളെ നിന്ന് ചാർജ് ചെയ്യുന്നത്, അത്രയാണ് കോസ്റ്റ് വരിക, അല്ല റവന്യൂ വരിക. ഇനി 200 ആൾക്കാണെങ്കിലും സെയിം അല്ലേ? അതെ, 100/100 ആണെങ്കിലും സെയിം തന്നെ, 25,000 ആണ് ഇവർക്ക് എന്ത് വരിക, സെയിൽസ് വരിക. ഇവിടെ 200 ആൾക്കാരാണെങ്കിൽ, ഓക്കെ, 200 ആൾക്കാരുടെ റൂമാണ്, പക്ഷെ 300 ആൾക്കാരെ എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെയിം ആണ് വരിക. എന്ത് വരിക? 200 × 250. പക്ഷെ അവിടെ 100 ആൾക്കാരെ ഉള്ളൂ എങ്കിൽ 100 × 250 ആണ്. എൻറോൾമെന്റ്സ് 100 ഉള്ളൂ, നമ്മൾ റൂം ടൈപ്പ് 200 എടുത്തിട്ടുണ്ടെങ്കിൽ. ഇനി ഇവിടെ 300 എൻറോൾമെന്റ്സ് ഉണ്ട്, 300 കപ്പാസിറ്റി ഉണ്ടെങ്കിൽ 300 × 250. ഇവിടെ 300 റൂം ഉണ്ട്, പക്ഷെ കപ്പാസിറ്റി 300 ഉണ്ട്, എൻറോൾമെന്റ് നമുക്ക് എത്ര ഉള്ളൂ, 200 ഉള്ളൂ. ഇവിടെ 300 കപ്പാസിറ്റി ഉണ്ട്, എൻറോൾമെന്റ്സ് നമുക്ക് എത്ര ഉള്ളൂ, 100 ഉള്ളൂ. ഇനി നമുക്ക് വേറെന്താ കോസ്റ്റ് വരുന്നത്? സെല്ലിംഗ്, പ്രിന്റിംഗ് കോസ്റ്റ് വരുന്നതാണ് അല്ലേ? ഓക്കെ, പ്രിന്റിംഗ് കോസ്റ്റ് വരുമ്പോൾ നമുക്ക് 100 × 50. ഇവിടെ 3 സ്ഥലത്തും സെയിം ആണ്. ഇവിടെയും 5,000 വരാം, ഇവിടെയും 5,000 വരാം. ഇവിടെ ആകുമ്പോൾ 200 × 50. ഇവിടെ ഏതാണ് വരിക, ഇവിടെ ഇതാണ് വരിക, ഇവിടെ ഇതാണ് വരിക. ഇവിടെ 300 × 50, 15,000. ഇങ്ങനെയാണ് നമുക്ക് എന്ത് വരിക, പ്രിന്റിംഗ് കോസ്റ്റുകൾ വരിക. പിന്നെ ഇനി നമുക്ക് വരുന്നത്, നമുക്ക് പാർട്ട് ടൈം സ്റ്റാഫുകൾ ഉണ്ട് അല്ലേ? പാർട്ട് ടൈം സ്റ്റാഫ് കോസ്റ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ ഒന്നും വരില്ല, കാരണം ടൈപ്പ് 1നും ടൈപ്പ് 2നും ആവശ്യമില്ല. നമുക്ക് ടൈപ്പ് 3 റൂം ആണെങ്കിൽ നമുക്ക് 4 എന്ത് വേണം, പാർട്ട് ടൈം സ്റ്റാഫ് വേണം. അപ്പോൾ = 4 × 800 ആണ് ഒരു സ്റ്റാഫിന്. അപ്പോൾ 3,200, 3,200, 3,200. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. പ്രോഫിറ്റ് ടേബിൾ ആണല്ലോ. അപ്പോൾ പ്രോഫിറ്റ് എന്ന് എഴുതിയേ. പ്രോഫിറ്റ് നമുക്ക് ഇത് മൈനസ് ദിസ് മൈനസ് ദിസ് ഇതാണ്. എന്തോ ഇഷ്യൂ ഉണ്ടല്ലോ. നമ്മളൊരു കാര്യം മറന്നിട്ടുണ്ട് ഗൈസ്. റൂം കോസ്റ്റ് അത് നമ്മൾ മൊത്തമായിട്ട് അങ്ങ് മറന്നു അല്ലേ?
അപ്പോൾ റൂം കോസ്റ്റ് എത്ര വരുന്നത്? ഇവിടെ 9,000 വരും, ഇവിടെയും 9,000 വരും, ഇവിടെയും 9,000 വരും. ഇവിടെ നമുക്ക് 15,000 വരും, 15,000 വരും, 15,000 വരും. ഇവിടെ 19,000 വരും, 19,000 വരും, 19,000. ഇങ്ങനെയാണ് നമുക്ക് കോസ്റ്റ് വരുന്നത്. ഇനി പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഈക്വൽ ടു ദിസ് പ്ലസ്, അയ്യോ, ദിസ് മൈനസ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, പ്ലസ് പ്ലസ് പ്ലസ്, അയ്യോ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. 11,000 ആണ് പ്രോഫിറ്റ് വരുന്നത്. നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് മാക്സിമം പ്രോഫിറ്റ്സ് വരുന്നത്. ഓക്കെ, നമുക്ക് മാക്സിമം പ്രോഫിറ്റ്സ് എങ്ങനെ വരുന്നത്? ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രോഫിറ്റ് ടേബിള് എന്ത് ചെയ്യാം? എഴുതാം. ഓക്കെ, പ്രോഫിറ്റ് ടേബിളിൽ നമുക്ക് എന്തൊക്കെ വരുന്നത്? പ്രോഫിറ്റ് ടേബിള് ഡിസിഷന് നമുക്ക് ഇവിടെ എഴുതും. ടയർ 1 സ്പീക്കർ, ടയർ 2 സ്പീക്കർ, അയ്യോ എന്ത്, ടയർ 2 സ്പീക്കർ, ഇത് സ്പീക്കർ ആണല്ലേ, സ്പീക്കർ. പിന്നെ ടയർ 3 സ്പീക്കർ ഇവര് വരികയാണെങ്കിൽ ഇവിടെ അടിയിൽ ഡിസിഷൻ, ഡിസിഷന് നമുക്ക് ടൈപ്പ് എ ഉണ്ട്, ടൈപ്പ് എ റൂമുണ്ട്, ടൈപ്പ് ബി റൂമുണ്ട്, ടൈപ്പ് സി റൂമുണ്ട്. ഓക്കെ, ടൈപ്പ് എ റൂമിൽ ടയർ 1 സ്പീക്കർ ആണെങ്കിൽ നമുക്ക് എത്ര വരും? ടയർ 1 സ്പീക്കർ ആണെങ്കിൽ നമുക്ക് 300 ആള് വരും. പ്രോഫിറ്റ് എത്ര വരും? 11,000. ടൈപ്പ് ബി റൂമിൽ ടയർ 1 സ്പീക്കർ ആണെങ്കിൽ എന്ത് വരും? 25,000. ടൈപ്പ് സി റൂമിൽ 300 ആളുള്ള ടയർ സ്പീക്കർ ആകുമ്പോൾ, ടയർ 1 സ്പീക്കർ ആകുമ്പോൾ 37,800. ഇനി ടയർ 2 റൂമിൽ ടൈപ്പ് എ സ്പീക്കർ ആകുമ്പോൾ, ടയർ 2 റൂം ആകുമ്പോൾ 200 ആണ്. എവിടെയെങ്കിലും വന്നോ? വ്യത്യാസമുണ്ട്, സോറി ഗൈസ്. ഇവിടെ ടയർ 1 സ്പീക്കർ ടൈപ്പ് ബി റൂമിലാണ് വരുന്നത്. കറക്റ്റ് ആണല്ലോ. ടയർ 2 സ്പീക്കർ ടയർ റൂം 1 വന്നാലും സെയിം ആണ്. ടയർ 3 സ്പീക്കർ റൂം 1 വന്നാലും സെയിം ആണ്. G12 കറക്റ്റാണ്. ഇനി ടയർ 2 സ്പീക്കർ ടൈപ്പ് ബി റൂമിൽ വന്നാൽ നമുക്ക് എത്ര വരും? 25,000 വരും. ടയർ 2 സ്പീക്കർ ടൈപ്പ് സിയിൽ വന്നാലും നമുക്ക് 7800 വരും. ഓക്കെ, ടയർ 3 സ്പീക്കർ ടൈപ്പ് ബി റൂമിൽ വന്നാൽ ഇതാണ് വരിക, 5,000. ഇവിടെ നമുക്ക് നെഗറ്റീവ് 2,200 വരും. ഓക്കെ, 37,800, 7,800, 2,200 കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്കുള്ള പ്രോഫിറ്റ് ടേബിൾ ആയി. പ്രോഫിറ്റ് ടേബിൾ ആയി. പ്രോഫിറ്റ് ടേബിൾ ഇങ്ങനെയാണ് പ്രോഫിറ്റ് ടേബിൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുക. ഡിറ്റർമൈൻ ദ റെക്കമെൻഡഡ് ടൈപ്പ് ഓഫ് സെമിനാർ റൂം ദാറ്റ് ഷുഡ് ബി റിസർവ്ഡ് യൂസിങ് ദ ഫോളോയിങ് ഡിസിഷൻസ്. ഫോളോയിങ് ഡിസിഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് റൂമാണ് എടുക്കുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഡിറ്റർമൈൻ ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ മാക്സി മാക്സ് ആണ്. നമുക്ക് ഫസ്റ്റത്തെ മാക്സി മാക്സ് എന്താ? നമുക്ക് ഫസ്റ്റ് പാർട്ട് ഐ എന്ന് കൊടുക്കാം. മാക്സി മാക്സ് എന്തായിരിക്കും ഡിസിഷൻ?
മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം റിസ്കിൽ മാക്സിമം റിവാർഡ് കിട്ടുന്ന ആളാണ്. അപ്പോൾ ഏതായിരിക്കും ഡിസിഷൻ? മാക്സിമം റിസ്ക് എടുത്തിട്ട് മാക്സിമം റിവാർഡ് എന്നാൽ ടൈപ്പ് സി ആണ് എടുക്കുക. കാരണം അതിലാണ് മാക്സിമം റിവാർഡ്, മാക്സിമം റിഗ്രറ്റ്. അപ്പോൾ ദ ഡിസിഷൻ ഓഫ് decision of a person who is considering max will be the type C room with 300 seats. 300 seats എന്നാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തുള്ളത്. ഓക്കെ, ഇനി മാക്സിമിൻ എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമിൻ എന്ന് പറഞ്ഞാൽ മിനിമത്തില് മിനിമം റിസ്കിൽ മാക്സിമം റിവാർഡാണ്. ഇതിൽ മിനിമം റിസ്കിൽ മാക്സിമം റിവാർഡ് ഇട്ടാൽ ടൈപ്പ് എയിലാണ്. അപ്പോൾ അയാളെ ഇതെന്തായിരിക്കും? ടൈപ്പ് എ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? ഇത് സി അടിക്കാം, ഇത് വി അടിക്കാം, ഇതും സി അടിക്കാം, ഇതും വി അടിക്കാം. എന്നിട്ട് ചെയ്യാം ഇവിടെ മാക്സ് എന്നുള്ളത് മാക്സി വിൻ എന്നാക്കാം. എന്നിട്ട് ഇവിടെയും കൺസിഡറിങ് മാക്സി വിൻ എന്നാക്കാം. വിൽ ബി ടൈപ്പ് എ റൂം വിത്ത് 100 seats. സിമ്പിൾ. ഇനി നമുക്ക് തേർഡ് ഓപ്ഷൻ മിനി മാക്സ് റിഗ്രറ്റ് അല്ലെ. മിനി മാക്സ് റിഗ്രറ്റിന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു റിഗ്രറ്റ് ടേബിൾ ഒക്കെ വെക്കണം. അപ്പൊ ആദ്യം നമുക്ക് പ്രോഫിറ്റ് ടേബിൾ അപ്പുറത്ത് കൊണ്ടുവരണം. പ്രോഫിറ്റ് ടേബിൾ കൊണ്ടുവരുമ്പോ വാല്യൂസ് കൊണ്ടുവരാൻ പറ്റുമോ എന്നറിയില്ല. സ്പെഷ്യൽ കോപ്പി ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് സ്പെഷ്യൽ വാല്യൂസ് നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് വാല്യൂസ് കിട്ടും. വാല്യൂസ് കിട്ടി. ഓക്കെ ഗൈസ്, പ്രോഫിറ്റ് ടേബിൾ നമുക്ക് കിട്ടി. ഇനി റിഗ്രറ്റ് ടേബിൾ. ഓക്കെ, റിഗ്രറ്റ് ടേബിളിൽ നമുക്ക് എന്ത് ചെയ്യണം? മാക്സിമം റിഗ്രറ്റ് ആണോ മിനിമം റിഗ്രറ്റ് ആണോ എന്നുള്ളത് നമുക്ക് ഇവിടെ ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടയർ 1, ടയർ 2, ടയർ 3. ഇതില് നമുക്ക് മാക്സിമം റിഗ്രറ്റ് ഏതിലാ കിട്ടാൻ നോക്കണം. റിഗ്രറ്റ് ടേബിൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ടയർ 1 സ്പീക്കർ ആണെങ്കിൽ നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് എവിടെ വരുന്ന 37,800 അല്ലെ. മാക്സിമം ഔട്ട്പുട്ട് 37,800. അപ്പൊ ഇവിടെ നമുക്ക് ഇത് ചൂസ് ആവണമെങ്കിൽ നമുക്ക് ഇത് ഇവിടെ റിഗ്രറ്റ് ഇല്ല. ടൈപ്പ് ബി വരുമ്പോൾ നമുക്ക് 37,800 നിന്ന് നമുക്ക് 25,000 കിട്ടുന്നുള്ളൂ. അപ്പൊ എന്താണ് റിഗ്രറ്റ്? 12,800. ടൈപ്പ് എ റൂം ആവുമ്പോൾ നമുക്ക് റിഗ്രറ്റ് എത്രയായിരുന്നു? 26,800. അതേപോലെ ടൈപ്പ് ബിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടയർ 2 നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മാക്സിമം റിവാർഡ് എവിടെ നിന്ന് വരുന്നത്? 25,000 ആണ് അല്ലേ. അപ്പൊ അവിടെ നമുക്ക് എന്തില്ല? റിഗ്രറ്റ് ഇല്ല. ഇനി 25,000 മൈനസ് 11,000 ചെയ്താൽ ടയർ 2 ടൈപ്പ് എ റിഗ്രറ്റ് ആയി. അതേപോലെ ടൈപ്പ് സി റിഗ്രറ്റ് 25,000 മൈനസ് 10,800. ഇവിടെ ഏതിനാണ് കൂടുതൽ റിഗ്രറ്റ്? കൂടുതൽ റിവാർഡ് ടൈപ്പ് എക്കാണ്. അപ്പോ അവിടെ റിഗ്രറ്റ് ഇല്ല. പിന്നെ 11,000 മൈനസ്
5,000. ഇവിടെ റിഗ്രറ്റ് 6,000. വീണ്ടും 11,000 മൈനസ് 2,200. ഇവിടെ റിഗ്രറ്റ് 13,200. ഓക്കെ, ഇനി ഈ റിഗ്രറ്റ് ടേബിളില് നമുക്ക് എന്താണ് മാക്സിമം റിഗ്രറ്റ് ഏതൊക്കെയാണെന്ന് എടുക്കാം. മാക്സിമം റിഗ്രറ്റ് നമ്മൾ ഏതൊക്കെയാണെന്ന് എടുക്കാം. ഇവിടെ നമുക്ക് 26,000. അയ്യോ, മാക്സിമം റിഗ്രറ്റ് എഴുതാം. ഓക്കെ, നമുക്ക് ടൈപ്പ് എ ആവുമ്പോൾ നമുക്ക് മാക്സിമം റിഗ്രറ്റ് 26,800. ടൈപ്പ് ബി ആവുമ്പോൾ മാക്സിമം റിഗ്രറ്റ് നമുക്ക് 12,800. ടൈപ്പ് സി ആവുമ്പോൾ നമുക്ക് മാക്സിമം റിഗ്രറ്റ് 13,200 അല്ലേ. ഇതിലത്തെ മിനിമം എത്ര നോക്കും. ഇതാണ് മാക്സിമം പാർട്ട്, മാക്സിമം റിഗ്രറ്റ്. ഇതിലത്തെ മിനിമം പാർട്ട് ടൈപ്പ് ബി ആണ്, റൈറ്റ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഡിസിഷൻ എന്തായിരിക്കും? എന്ത് ചെയ്യണം? ഇവിടെ പോയിട്ട് മാക്സിമിൻ റിഗ്രറ്റ്, മിനി മാക്സ് റിഗ്രറ്റ് നേടണം. ബി റൂം ടൈപ്പ് ബി വിത്ത് 206. ഇങ്ങനെയാണ് മിനി മാക്സ് റിഗ്രറ്റ് വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ബേസ്ഡ് ഓൺ ദ സിനാരിയോ ഓഫ് ഗ്ലോറി കൺസൾട്ടൻസി, എക്സ്പ്ലെയിൻ ദ റാഷണലി ഓഫ് ഈച്ച് ഡിസിഷൻ റൂൾ അബവ് വിത്ത് ദ ഇൻഡിക്കേഷൻസ് ഓഫ് ദ ലൈക്ലി റിസ്ക് ആപ്റ്റൈറ്റ്. എന്താണ് ഈ നമ്മളിപ്പോ പറഞ്ഞ ഡിസിഷന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ മാക്സ് ആരാണ്, മിൻ ആരാണ്, പിന്നെന്താ പറഞ്ഞാൽ മാക്സ് റിഗ്രറ്റ് ആരൊക്കെയാണ്. മാക്സിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. അതാരെ യൂസ് ചെയ്യുന്ന മാക്സ് റിസ്ക് സീക്കർ അല്ലെ. പിന്നെ മിന്നിന്റെ ഒരു കൊടുക്കുക. പിന്നെന്താ മിനി മാക്സ് റിഗ്രറ്റിന്റെ ഒരാൾ കൊടുക്കുക. അതാരാ? റിസ്ക് അവേഴ്സ് ആണ് അല്ലെ. അപ്പോ അതിന്റെ ഒരു എക്സ്പ്ലനേഷനും പിന്നെ നമ്മുടെ സിനാരിയോ റിലേറ്റ് ചെയ്തിട്ട് ഏതാണ് നമ്മൾ ചൂസ് ചെയ്തതെന്ന് കൊടുക്കുക. പിന്നെ എന്താ എഴുതുക? അവരുടെ റിസ്ക് ആപ്പിറ്റൈറ്റ് റിസ്ക് അവേഴ്സ് ആണോ, റിസ്ക് സീക്കർ ആണോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. സെക്കൻഡ് പാർട്ട്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ വിച്ച് ഡിസിഷൻ റോൾ ഗ്ലോറി കൺസൾട്ടൻസി should use for the seminar room reservation decision, assuming none of the speaker can give confirmation on their availability until 1 month before. എന്ന് പറഞ്ഞാൽ ഇതിൽ ചോദിക്കുന്നത് എന്താ? ഗ്ലോറി കൺസൾട്ടൻസി ഏത് റൂം സെലക്ട് ചെയ്യണം എപ്പോ? തീരെ കൺഫർമേഷൻസ് കിട്ടാത്ത സമയത്ത്, സ്പീക്കറിന്റെ കൺഫർമേഷൻ കിട്ടാത്ത സമയത്ത് നമ്മൾ ഏത് റൂം സെലക്ട് ചെയ്യണം എന്നാണ്. അപ്പോ ഇവിടെ ഒരു അൺസർട്ടനിറ്റി ഉള്ള സമയത്ത് നമ്മൾ ഇത് ചൂസ് ചെയ്യേണ്ടത് മിനി മാക്സ് റിഗ്രറ്റ്. കാരണം എന്താണ്? നമുക്ക് ലോസ് വന്നാലും ഏറ്റവും കുറവ് ലോസ് വരാൻ സാധ്യത ഏതിനാണോ അതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് ലോസ് വരുമ്പോൾ നമുക്ക് ലെസ് ലോസ്, അതാണ് റിഗ്രറ്റ് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏതാണ് മിനി മാക്സ് റിഗ്രറ്റ് ആണ് ചൂസ് ചെയ്യുക. അപ്പോൾ അതും നമ്മൾ എഴുതണം. ഓക്കെ, താങ്ക് യു ഗൈസ്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ വീഡിയോ ആയിട്ട് കാണാം.